വളനാടിന്റെ താണ കാട്ടുമഴ താണ അടിയേരിയാണ് പൊള്ളിച്ചേരിയാണ് സമുദായ താണ നാമധേയമായിരിക്കുന്നു സ്ഥലം പോലും അറിയാത്തൊരു തെയ്യം കാണാൻ പോകുന്നുണ്ട്. തലവിൽ രണ്ട് പ്രേതങ്ങളെ കണ്ടു. രണ്ട് പ്രേതങ്ങളെ ഫോൺ പിടിച്ചിരിക്കുന്നു. അത് കട്ടയാമല്ലേ? മറ്റേ രണ്ടാമത്തെ കട്ടയോ? അപ്പൊ ഈ ബസ്സിന് മുമ്പിൽ മറ്റേ പിള്ളേർമാർക്ക് കത്തിന് വരും. ഇതില്ലേ നമ്മളെ പോക കാണാനല്ലേ പോക. என்ன பயங்கிட்டு இருக்க? അപ്പൊ സുഹൃത്തുക്കളെ പണ്ട് കിടന്നാരോ തെയ്യത്തിന് സ്ട്രീറ്റ് ലൈറ്റ് കോടം കയറിയതാ. റോഡ് ബാധിക്കൊന്നുമില്ല. ഞാനും പരിപാടിക്ക് പോയിട്ട് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ട് വന്ന ഒരു തീയത്തെ കാണാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും നല്ല കേട്ട് പരിചയമുള്ളൊരു തീയായിരിക്കും തീക്കുട്ടിച്ചാത്തൻ. കോഴിക്കോട് ജില്ലയിലാണ് ശരിക്കും ഈ തെയ്യം. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കണ്ണൂരിൽ ഈ തെയ്യം ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ വിചാരിച്ചു നമ്മൾ മാത്രമേ പ്രാന്തന്മാരല്ലോ. ഒരു ലോഡ് പ്രാന്തന്മാരതാ വണ്ടിയുടെ ബാക്കിലുണ്ട്. ഓക്കെ ബൈ. അത് കാണിച്ചു കൊടുക്ക്. വീഡിയോ ക്യാമറ അങ്ങനെ നമ്മൾ തെയ്യം കാണാൻ വേണ്ടിയിട്ട് ആഞ്ജനേയ മഠം വിഷ്ണുമായ ദേവസ്ഥാനം തലവിൽ ആണ് വന്നിട്ടുള്ളത്. ഇതൊരു ഉൾപ്രദേശമാണ്. ഒരുപാട് ദൂരം വരാനുണ്ട്. നമ്മൾ പയ്യന്നൂരിൽ നിന്നാണ് തലവിൽ വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഒരു തെയ്യം കെട്ടിയാടാൻ പോകുന്നുള്ളത്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മളെപ്പോലെ ഈ തെയ്യം കാണാനായിട്ട് വന്നിട്ടുണ്ട്. കൂടുതലും ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ തെയ്യം കാണാൻ വന്നിട്ടുണ്ട്. ഒരുപാട് ദൂരെയാണ് ഈ സ്ഥലമെങ്കിൽ കൂടി നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരോടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 1 മണിയായിട്ടുണ്ടായിരുന്നു. തെയ്യം തുടങ്ങിയത് 3:30-ക്കാണ്. ആദ്യം തന്നെ കെട്ടിയാടിയത് പറക്കുട്ടിച്ചാത്തൻ തെയ്യമായിരുന്നു. രണ്ടാമതാണ് തീക്കുട്ടിച്ചാത്തൻ തെയ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ കുട്ടിച്ചാത്തനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആരാണ് തീക്കുട്ടിച്ചാത്തൻ, ആരാണ് പറക്കുട്ടിച്ചാത്തൻ, എന്താണ് കുട്ടിച്ചാത്തൻ എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തെയ്യം എന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 1 മണി മുതൽ തെയ്യം കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. തെയ്യം തുടങ്ങിയപ്പോൾ ആണെങ്കിൽ മൊത്തം വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്ന് നിറഞ്ഞിട്ട് നമ്മൾ തെയ്യം കണ്ടിട്ടേ ഇല്ലായിരുന്നു. കാണാൻ വന്നവരും എല്ലാവരും കൂടി വീഡിയോ എടുക്കാൻ വേണ്ടി മുന്നിൽ തടിച്ചു കൂടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് തെയ്യം ക്ലിയറായിട്ട് കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ഒരു തെയ്യം കെട്ടിയാടാൻ പോകുന്നുള്ളത്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും എല്ലായിടത്തുനിന്നും വന്നിട്ടുണ്ട്. കാരണം അത്രയും പ്രശസ്തമായൊരു തെയ്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ കഥ അറിയാതെ തെയ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെയ്യത്തിനെ പറ്റി ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അതുകൊണ്ട് കഥ അറിഞ്ഞിട്ട് തെയ്യം കാണാം. അപ്പോഴാണ് നിങ്ങൾക്ക് തെയ്യത്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആരാണ് കുട്ടിച്ചാത്തൻ എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഈ കഥയൊന്ന് പറഞ്ഞു തരാം. ശിവപാർവതി പുത്രനാണ് കുട്ടിച്ചാത്തൻ. പാർവതി ദേവി കൂളിവാകയായി അവതരിച്ച് ശിവഭഗവാനിൽ ഉണ്ടായിരുന്ന പുത്രനാണ് കുട്ടിച്ചാത്തൻ. മനുഷ്യരൂപത്തിൽ ജനിച്ച കുഞ്ഞിനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയിരിക്കെ സന്താനഭാഗ്യം ലഭിക്കാത്ത കാളകാട്ട് നമ്പൂതിരിക്കും ആത്തോലമ്മയ്ക്കും കുഞ്ഞിനെ നൽകാമെന്ന് അവർ തീരുമാനിച്ചു. 7 അഴകുള്ള എണ്ണക്കറുപ്പുള്ള രോമന പുത്രൻ, കണ്ടാൽ ദിവ്യത്വം തോന്നുന്ന മുഖം. കാളകാട്ടില്ലത്തെ മുറ്റത്ത് ഒരു പിഞ്ചു കുഞ്ഞിന്റെ ശബ്ദമുയർന്നു. അങ്ങനെ മുറ്റം തൂകാൻ വന്ന സ്ത്രീ കുഞ്ഞിനെ എടുത്ത് ആത്തോലമ്മയ്ക്ക് കൊണ്ടുകൊടുത്തു. കുഞ്ഞിന്റെ മുഖത്തെ അസാധാരണമായ ചൈതന്യം കണ്ടവർക്ക് മനസ്സിലായി മഹാദേവൻ അവർക്ക് കൊടുത്ത വരമാണ് അവനെന്ന്. അങ്ങനെ അവനവിടെ കാളകാട്ട നമ്പൂതിരിയുടെയും ആത്തോലമ്മയുടെയും മകനായി വളർന്നു. എന്നാൽ വളരെ വളരെ കുട്ടിയുടെ കുസൃതി കൂടിക്കൊണ്ടേയിരുന്നു. വിദ്യ അഭ്യസിക്കാനായി അവനെ ഗുരുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്നാൽ വിദ്യ അഭ്യസിക്കാൻ അവൻ ഒട്ടും താല്പര്യം കാണിച്ചില്ല.
ഗുരുവിനോട് തറുതല പറയുകയും അനുസരണക്കേടുകളും കാണിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഗുരു അവനെ ശാസിക്കാൻ തുടങ്ങി. എന്നാൽ അവൻ ഗുരുവിൻ്റെ തല വെട്ടിയെടുത്ത് അവിടെ നിന്ന് പഠിപ്പ് മതിയാക്കി ഇറങ്ങി. അങ്ങനെ അവൻ ഇല്ലത്തേക്ക് തിരിച്ചെത്തി. പിതാവിൻ്റെ ശാസനകൾ നിന്ദിച്ചു. എന്തു പറഞ്ഞാലുമുള്ള അവൻ്റെ പൊട്ടിച്ചിരി കേട്ട് അച്ഛൻ അവനെ ചാത്തൻ എന്ന് വിളിപ്പേര് വിളിച്ചു. അവൻ്റെ കുരുത്തക്കേടുകളും കുസൃതികളിൽ നിന്നും പൊറുതുമുട്ടിയ അച്ഛൻ അവനെ വീട്ടിൽ നിന്നും മാറ്റി നിർത്താൻ തീരുമാനിച്ചു. അങ്ങനെ അവനെ കാലിയാന്മാരോടൊപ്പം കാലികളെ മേൽക്കാൻ പറഞ്ഞേക്കാൻ തീരുമാനിച്ചു. അത് കേട്ട് ചാത്തൻ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. എത്രയും പെട്ടെന്ന് ചാത്തനെ ഇല്ലത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ തിരുമേനി ഉത്തരവിട്ടു. പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് അവൻ അവരോടൊപ്പം പോയി കാലികളെ മേച്ച് കാട്ടിൽ ജീവിച്ചു. അങ്ങനെ വീണ്ടും അമ്മയെ കാണാൻ മോഹമുണർന്ന ചാത്തൻ ഇല്ലത്തേക്ക് തിരിച്ചെത്തി. അമ്മ തരുന്ന പൊൻകിണ്ടിയിൽ പാല് കുടിക്കാൻ മോഹമുണർന്നു. എന്നാൽ ചാത്തനെ കണ്ട് അമ്മ കുപിതയായി. ഇല്ലത്തെ സമാധാനം കളഞ്ഞ ചാത്തനോട് അമ്മയ്ക്ക് ദേഷ്യം കൂടി. അവനെ കണ്ടയുടൻ അമ്മ അകത്ത് കയറി വാതിലടച്ചു. എന്നാൽ ചാത്തൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. ചാത്തൻ തുറക്കാൻ പറഞ്ഞിട്ടും അമ്മ വാതിൽ തുറന്നില്ല. അങ്ങനെ അവൻ അവിടെ നിന്നും പടിയിറങ്ങി. ചുട്ടുപൊള്ളുന്ന ചൂടിൽ ചാത്തൻ്റെ കോപം ഇരട്ടിച്ചു. അമ്മയുടെ കോപിച്ച മുഖം മനസ്സിൽ തെളിഞ്ഞു. പ്രതികാരാഗ്നി ജ്വലിച്ചു. ഉച്ചത്തിൽ അവൻ അലറി വിളിച്ചു. ദാഹം ശമിക്കാത്ത ചാത്തൻ മീഞ്ഞു നടന്ന കാളയുടെ കഴുത്തറുത്ത് ചുടുചോര കുടിച്ചു. പരാക്രമങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ചാത്തനെ വകവരുത്താൻ തീരുമാനിച്ചു. പിടിച്ചു കെട്ടി പുഴയരികിൽ കൊണ്ടുപോയി പാറക്കെട്ടിൽ കെട്ടിയിട്ടു. കാട്ടുമൂപ്പൻ വാളുകൊണ്ട് ചാത്തന്റെ തല വെട്ടിയെടുത്തു. ചാത്തനെ വകവരുത്തിയ കഥയറിയിക്കാൻ കാടന്മാർക്ക് തിടക്കമായി. നാമധേയമായിരിക്കുന്നു. ഇല്ലത്തേക്ക് പാഞ്ഞെത്തി അവർ കണ്ടത് പടിക്കലിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന കുട്ടിച്ചാത്തനെയാണ്. ചാത്തനെ കണ്ട് ഏവരും ഭയന്നു വിറച്ചു. ഇല്ലത്തെ കാര്യങ്ങളെല്ലാം താളം തെറ്റാൻ തുടങ്ങി. തിരുമേനി പേടിച്ചു വിറച്ചു. മന്ത്രവാദികൾ അങ്ങനെ കുട്ടിച്ചാത്തനെ ആവാഹിച്ചു പിടിച്ചു. മന്ത്രവാദികൾ ചാത്തന്റെ ശരീരത്തെ കൊത്തിയെറിഞ്ഞ് 390 കഷ്ണങ്ങളാക്കി അഗ്നിയിൽ ഹോമിച്ചു. അതിൽ നിന്നും 100 കണക്കിന് ചാത്തന്മാർ ഉയർന്നു വന്നു. മന്ത്രവാദികൾ ഭയന്നോടി. മന കത്തി നശിച്ചു. അങ്ങനെ കുട്ടിച്ചാത്തനെ തെയ്യമായി കെട്ടിയാടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കോപം ശമിച്ച ചാത്തൻ മലനാട്ടിലെ തെയ്യമായി മാറി. അവൻ പിന്നെ ജനങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവുമായി മാറി. കുട്ടിച്ചാത്തനെ പറ്റി പറയാനാണെങ്കിൽ കഥകൾ ഏറെ ഉണ്ടാവും. കുട്ടിച്ചാത്തനെ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്നും പറയാറുണ്ട്. ഒരിക്കൽ തൻ്റെ പിതാവിനെ കാണാൻ മോഹമുദിച്ച കുട്ടിച്ചാത്തൻ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഭഗവാനെ കാണാൻ വേണ്ടി നന്ദികേശൻ അനുവാദം കൊടുത്തില്ല. എന്നാൽ മായാജാലക്കാരനായ കുട്ടിച്ചാത്തൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ രൂപത്തിൽ നന്ദികേശൻ്റെ അടുത്തേക്ക് എത്തി. ഭഗവാൻ വിഷ്ണുവിനെ കണ്ട നന്ദികേശൻ ശിവഭഗവാനെ കാണാൻ അനുവാദവും കൊടുത്തു. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ വന്നതുകൊണ്ട് കുട്ടിച്ചാത്തനെ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്നും പറയപ്പെടുന്നു. അങ്ങനെ കുട്ടിച്ചാത്തനെ 390 കഷ്ണങ്ങളാക്കി അഗ്നിയിൽ ഹോമിച്ചപ്പോൾ അതിൽ നിന്നും തീയിൽ വീണത് തീക്കുട്ടിയും പറന്നുപോയത് പറക്കുട്ടിയും കരിയിൽ വീണത് കരിങ്കുട്ടിയും പൂവിൽ വീണത് പൂക്കുട്ടിയുമായി അങ്ങനെ ഒരുപാട് 100 കണക്കിന് കുട്ടിച്ചാത്തന്മാർ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തെയ്യം കാണാൻ വന്നത് 1:30-ക്കാണ്. നമ്മൾ തെയ്യം കണ്ടുപോയത് ശരിക്കും പറഞ്ഞാൽ 7:30-ക്കാണ്. അതുവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ തെയ്യത്തെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഉറക്കമൊഴിഞ്ഞിട്ടാണ് ഈ കാണുന്നവരെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ തനത് അനുഷ്ഠാന കലയാണ് തെയ്യം. അതുകൊണ്ട് നമുക്ക് ആ തെയ്യത്തിനോടുള്ള ആ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഉറക്കമൊഴിഞ്ഞിട്ട് എന്താ പറയുക അങ്ങനെ കാത്തിരുന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തെയ്യത്തെ കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇവിടെ ഈ തെയ്യം കെട്ടി ആടിയത് എങ്കിൽ കൂടി എല്ലാ ആൾക്കാരും അറിഞ്ഞിട്ടും എങ്ങനെയൊക്കെയോ ഇവിടെ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ വന്ന് എത്തിയപ്പോഴാണ് നമ്മളെ നാട്ടിൽ നിന്നാണ് ഈ ആൾക്കാരൊക്കെ വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ എൻ്റെ ഈ തെയ്യത്തിൻ്റെ കഥയും ഈ വീഡിയോയും തെയ്യത്തിനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കാൻ പാടില്ല. അങ്ങനെ നമ്മളൊരു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തെയ്യമൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. കണ്ടില്ല, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും നാട്ടുകാരും ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാനും ഒന്നിച്ചിരുന്ന് ഇങ്ങനെ രാത്രിയോളം ഉറക്കമൊഴിഞ്ഞ് തെയ്യം കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരം വന്നിട്ടാണ് തെയ്യം കണ്ടിട്ടുള്ളത് എങ്കിൽ കൂടി ഈ ഒരു സ്ഥലത്തിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. ഇപ്പോൾ സമയം ശരിക്കും ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കൂടി ഈ കാണുന്നതൊക്കെ കോടമഞ്ഞാണ്. കോടമഞ്ഞ് വന്ന് നിറഞ്ഞിട്ടാണുള്ളത്. പ്രകൃതിയുടെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്, അതും നമ്മുടെ കണ്ണൂരിൽ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം മഞ്ഞാണ് വന്ന് മൂടിയിട്ടുള്ളത്, എത്രത്തോളം തണുപ്പാണ് അവിടെ ഉള്ളത്. ആ ഒരു പഴയ തനിമയുള്ളൊരു നല്ലൊരു സ്ഥലമാണ്, നമുക്ക് നല്ലൊരു ഫീലിംഗ് കിട്ടുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് നമ്മുടെ കണ്ണൂരിലുള്ളത്. എത്രയോ ദൂരത്താണ് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ പോയത് നല്ലൊരു വൈബായിട്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു തെയ്യം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തെയ്യത്തിൻ്റെ കഥയും ഈ നാടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഫീഡ്ബാക്കിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. രണ്ട് വാക്ക് പറയൂ. നമ്മൾ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. പോയിനി 3G വന്നിനി അടിപൊളി. ഒന്നുമില്ല, വെറുതെ നമ്മളിപ്പോൾ വയനാട്ടിൽ പോയി എന്ന് വ്യാഖ്യാന സ്റ്റോറി ഇടാൻ പോവുകയാണ്.